ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച കാര്യം, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഓട്ടത്തിൽ ആ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതായ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമ്മൾ എറിഞ്ഞു കളയണം. എന്നാൽ എറിഞ്ഞു കളയാൻ കഴിയാത്ത നിലയിൽ ഓട്ടം ഡിസൈൻ ചെയ്ത ആൾ തന്നെ ഇതിനകത്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് കാണുന്നത്. എബ്രായലേഖനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നത് വേഴ്സ് 3, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ യേശു കർത്താവ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഈ ഓട്ടം ആദ്യം ഓടിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ പയനിയർ എന്ന് പറയുന്നത്, ഇതിന് വഴി ഒരുക്കി തന്നത് യേശുവാണ്. യേശു വെട്ടിത്തെളിച്ച വഴിയാണ് നമ്മൾ പോകുന്നത്, അല്ലാതെ നമ്മൾ വെട്ടിത്തെളിച്ച് പോകുകയല്ല. ഞാൻ മുനിസിംഗ എന്ന് പറയുന്ന ഒറീസയിലെ ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള ആളുകൾ ഒത്തിരി അങ്ങ് അപ്രീഷിയേറ്റ്, നമ്മൾ ഉണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ഒത്തിരി കരയുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തു. ഇവരെല്ലാം ക്രിസ്ത്യാനികൾ, ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്. അപ്പം ഞാൻ ഇവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ക്രിസ്ത്യാനികളായത്? അപ്പോൾ പറഞ്ഞു, ഇവിടെ മിഷണറിമാർ വന്ന് ഞങ്ങളുടെ അടുത്ത് യേശുവിനെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ക്രിസ്ത്യാനികളായത്. അപ്പോൾ ഞാൻ അത് എത്ര വർഷമായി? ഒരു 50-60 വർഷമായി കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ വന്നപ്പോഴെങ്ങനെയാണ് വന്നത്? അയ്യോ അന്ന് വഴിയൊന്നുമില്ല, ഞാനൊരു ജീപ്പയിലാണ് ചെന്നത്, അന്ന് വഴിയൊന്നുമില്ല, അവർ കാട് വെട്ടിത്തെളിക്കാൻ ആളെയും കൊണ്ടാണ് വന്നത്. അങ്ങനെ കാട് വെട്ടിത്തെളിച്ചാണ് ഞങ്ങളുടെ വില്ലേജിൽ ആദ്യം അവർ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അതാണോ ഇതാണോ ത്യാഗം? 50-60 വർഷം മുമ്പ് വിദേശത്ത് നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് മിഷണറിമാർ അവരുടെ ജീവിത സൗകര്യങ്ങൾ കളഞ്ഞിട്ട് നാട്ടിൽ ഇതുപോലെ ഒരു കാട്ടുപ്രദേശത്ത് വന്നിട്ട് നടക്കാൻ വഴിയില്ലാഞ്ഞിട്ട് കാട് വെട്ടിത്തെളിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞതാണോ? ഒരു ജീപ്പേൽ, കല്ലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ജീപ്പേൽ വന്ന് കുറച്ച് നടന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ഞാനാണോ ത്യാഗം ചെയ്തത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതിനെ വല്ലതും ത്യാഗമെന്ന് പറയാനോ വല്ലതും ഉണ്ടോ? ഇതൊക്കെ ത്യാഗമാണെന്ന് വേണമെങ്കിൽ നാട്ടിൽ വന്നിട്ട് പറയാം, ഏതാ, എന്നാലല്ല ഒരു ഗമയുള്ളൂ ഇതൊക്കെ പറയാം, ഞാൻ വലിയ ത്യാഗം സഹിച്ചെന്നൊക്കെ. പക്ഷേ സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ സഹിച്ച ത്യാഗം അനുഭവിച്ച് നോക്കുമ്പോൾ ഇന്ന് ആരും ത്യാഗം അനുഭവിക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്, അതിനുവേണ്ടി പരിശ്രമിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആ ത്യാഗമൊക്കെ സഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചെന്നപ്പോൾ വഴിയില്ലായിരുന്നു, ആ വഴി അവർ വെട്ടിയുണ്ടാക്കിയതാണ് എന്നതുപോലെ ഇന്ന് നമ്മൾ ഈ ഓടുന്ന ഓട്ടത്തിൻ്റെ വഴി യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നതായ വഴിയാണ്. അപ്പോൾ ആ വഴിയിൽ അവൻ നടന്നപ്പോൾ, അവൻ ഓടിയപ്പോൾ, അവൻ 2 കാര്യങ്ങൾ, യേശു കർത്താവ് പാപത്തെ ഉപേക്ഷിച്ചു എന്നുള്ളത്, ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, അവൻ ഒരിക്കലും അവനിലേക്ക് പാപം കടന്നു വന്നില്ല, അവൻ പാപത്തിൻ്റെ ഒരു സ്റ്റേജിലൂടെ പോയില്ല. അവന് പരീക്ഷകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ പരീക്ഷകളിൽ എന്താണ്, അവൻ ഒരിക്കൽ പോലും പാപത്തിന് വഴിപ്പെട്ടില്ല. നമ്മളെപ്പോലെ പാപം ഉപേക്ഷിക്കുക എന്നുള്ളൊരു പ്രശ്നം അവന് ഉണ്ടായില്ല. കാര്യം ഉള്ള ഒരു കാര്യമാണല്ലോ എന്ത് ചെയ്യേണ്ടത്, ഉപേക്ഷിക്കേണ്ടത്. പക്ഷേ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അവൻ വഴിപ്പെട്ടില്ല, അവനിലേക്ക് പാപം പ്രവേശിച്ചില്ല. അതൊരു കാര്യം. എന്നാൽ രണ്ടാമത്, ഈ വഴിയുടെ യാത്രയിൽ അല്ലെങ്കിൽ ഈ ഓട്ടത്തിൽ അവൻ ചെയ്ത 2 കാര്യങ്ങൾ, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇത് രണ്ടും നമുക്ക് എടുത്തു കളയാൻ പറ്റത്തില്ല. നമ്മൾ പാപത്തെ എടുത്തു കളയത്തുമില്ല, എടുത്തു കളയേണ്ടതായ പാപത്തെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് വീണ്ടും തുടരുകയും അവിടെ തന്നെ ഇരിക്കേണ്ടതായ ഹഡിൽസ്, അത് എന്താണ്, അപമാനം, ക്രൂശ്, ഇത് എടുത്തു കളയാനാണ് നമ്മുടെ ഇന്നത്തെ ടെൻഡൻസി. എന്നാൽ ഇത് എടുത്തു കളയാനായിട്ട് കഴിയത്തില്ല. ട്രാക്കിൻ്റെ ഭാഗമാണ്, ഈ ഓട്ടത്തിലെ ട്രാക്കിലുള്ളതാണ്. പാപവും ഭാരവും എറിഞ്ഞു കളയണം, അത് ട്രാക്കിൻ്റെ ഭാഗമല്ല, അത് ശത്രു കൊണ്ടുവച്ചതാണ്. എന്നാൽ ഈ ഹഡിൽസ്, കഷ്ടതയും ക്രൂശും, അത് ശത്രു കൊണ്ടുവച്ചതല്ല. ആര് കൊണ്ടുവച്ചതാണ്? നമുക്ക് വേണ്ടി ഓട്ടം ഡിസൈൻ ചെയ്ത നമ്മുടെ നായകൻ കൊണ്ടുവച്ചതായതുകൊണ്ട് നമുക്കത് എടുത്തു കളയാനായിട്ട് കഴിയത്തില്ല. ഇവിടെ ഇതിനെ ബൈപ്പാസ് ചെയ്യാനും നമുക്ക് പറ്റത്തില്ല, വേറൊരു വഴി വെട്ടാനും പറ്റത്തില്ല. എവറി ജെനുവിൻ ക്രിസ്ത്യൻ ഷുഡ് ഗോ ത്രൂ 3 years, ദാറ്റ് ഈസ് ഷെയിം, സഫറിങ് ആൻഡ് സോളിറ്റ്യൂഡ്. ഈ 3 അവസ്ഥകളിലൂടെ ഒരു മനുഷ്യൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി കടന്നു പോയേ പറ്റൂ. എന്തുകൊണ്ട് പറ്റൂ? എന്തുകൊണ്ട് അവൻ ഇങ്ങനെ കടന്നു പോകണം? മറ്റൊന്നുമല്ല, അവൻ്റെ പയനിയറായിട്ട് ഓടിപ്പോയ യേശു, അവൻ്റെ വിശ്വാസത്തിൻ്റെ ഈ ഓട്ടത്തിൽ അവന് നായകനായിരിക്കുന്ന യേശു, ആ യേശു കടന്നുപോയ വഴിയിലൂടെ പോകുന്നവൻ മാത്രമേ യഥാർത്ഥത്തിൽ അവൻ്റെ അനുഗാമിയാകുന്നുള്ളൂ. അതുകൊണ്ട് അവൻ്റെ നായകൻ കടന്നുപോയ വഴിയിലൂടെ പോകാൻ തയ്യാറാകാതെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു വ്യക്തി, അവൻ ഒരിക്കലും യേശുവിൻ്റെ അനുഗാമിയല്ല. അതുകൊണ്ട് ക്രൂശിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ കഴിയത്തില്ല, അപമാനത്തെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല. യേശു അപമാനം സഹിച്ചു, അവൻ അലക്ഷ്യമാക്കി.
അലക്ഷ്യമാക്കി. ഹി ഡിസ്പൈസ്ഡ്, അവൻ അതിനെ മൈൻഡ് ചെയ്തില്ലെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത് അലക്ഷ്യമാക്കി, കേട്ടതായിട്ട് പോലും കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല. യേശുവിൻ്റെ അപമാനം, എന്തൊക്കെ തരത്തിലുള്ള അപമാനം അവൻ സഹിച്ചെന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ടുണ്ട്. അവൻ സഹിച്ച ഏറ്റവും വലിയ അപമാനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അവനെ ഒരു വേശ്യാപുത്രൻ എന്നതുപോലെയാണ് പലപ്പോഴും ആളുകൾ കണക്കാക്കിയത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ ആളുകൾ വിളിക്കുന്നത് അപ്പൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്, ഇല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നെ ഒരാൾ വിളിക്കുമ്പോഴത്തേക്ക് ഇന്നാരുടെ മകനല്ലേ എന്ന് പറയുമ്പോൾ അപ്പൻ്റെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. പക്ഷേ യേശുവിനെ കണ്ടവരൊക്കെ അവനെ വിളിച്ചതെന്നറിയാമോ? ഇവൻ മറിയയുടെ മകനല്ലേ എന്നാണ്. മറിയയുടെ മകൻ എന്നുള്ള പേരിലാണ് അവനെ വിളിച്ചത്. അതൊരു തുടക്കം, അവൻ്റെ ജീവിതത്തിൽ ആദ്യം അവൻ അനുഭവിക്കുന്നതായ ഏറ്റവും വലിയ സ്ട്രഗിളാണ്, അപമാനം. അതിനുശേഷം അവൻ്റെ മിനിസ്ട്രി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, അവൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞതെന്നറിയാമോ? ഇവൻ ശുശ്രൂഷ ചെയ്യുന്നത് പിശാചിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ടാണെന്നാണ്. ഇവൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്? അവന് സേവയുള്ളത് കൊണ്ടാണ്. അവൻ ബെയൽസബൂബിനെ കൂട്ടുപിടിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ പിശാചിൻ്റെ കൂട്ടുപിടിച്ചാണ് ഇവൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് അവൻ അടുത്തതായിട്ട് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ അപമാനം, അവൻ അനുഭവിക്കുന്നത് അപമാനം. അവൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ പറഞ്ഞത് എന്താണ്? നിനക്ക് ഭ്രാന്തുണ്ടെന്നാണ്, അല്ലേ? നീ ഇൻസെയിൻ ആണെന്നാണ് പറഞ്ഞത്, നീ ഭ്രാന്തനാണ്. അവനെ മനസ്സിലാക്കാൻ അവൻ്റെ സഹോദരങ്ങൾക്ക് കഴിഞ്ഞില്ല, അവൻ്റെ കൂട്ടുകാർക്ക് കഴിഞ്ഞില്ല, അവൻ്റെ കൂടെയുള്ളവർക്ക് കഴിഞ്ഞില്ല. അവനെ നിനക്കൊരു ഭൂതമുണ്ടെന്ന് പറഞ്ഞു, നീ ഒരു ശമരിയാക്കാരനാണെന്ന് പറഞ്ഞു, ഇല്ലേ? അവൻ അപമാനം അലക്ഷ്യമാക്കി, അവൻ അപമാനത്തെ സഹിച്ചു, അതിലൂടെ കടന്നുപോയി. ഏറ്റവും ഒടുവിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് കോമാളി വസ്ത്രം ധരിപ്പിച്ച്, ധൂമ്രവസ്ത്രം ധരിപ്പിച്ചെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ധൂമ്രവസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോക്കറെ കൊണ്ട നടക്കുന്നതിന് തുല്യമാണ്. അല്ലാതെ ധൂമ്രവസ്ത്രം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിപ്പിച്ചെന്നുള്ള അർത്ഥത്തിലല്ല. ഈ ജോക്കറിന് അല്ലെങ്കിൽ കോമാളികൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, നമ്മൾ ചുമന്ന ഒരു ഡ്രസ്സും ഒക്കെ ഇങ്ങനെ ഇട്ട് വഴിയെ കൂടെ ഈ ആളുകൾ കൂക്കി വിളിച്ച് നടക്കുകയാണ്, അല്ലെങ്കിൽ പരിഹസിക്കാനായിട്ട് ധരിപ്പിക്കുന്ന വസ്ത്രമാണ്. അവനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്താ, നല്ല എന്തോ കാര്യമാണെന്ന് ചിന്തിക്കും. അങ്ങനല്ല, അവിടുത്തെ അർത്ഥം അതല്ല. അവനെ കോമാളി വസ്ത്രം ധരിപ്പിച്ച് അവനെ വഴിയിലൂടെ പരിഹസിച്ച് നടത്തി. എന്നിട്ട് സുവിശേഷകൻ എഴുതിയിരിക്കുന്നത് അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി പരിഹസിക്കാനൊന്നും ഇല്ല. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ അത്രയ്ക്കും അപമാനം അവൻ സഹിച്ചു. അവനെ അർത്ഥനഗ്നനാക്കി ക്രൂശിൽ തറച്ചു. ആ കാലയളവിലെ ഏറ്റവും നികൃഷ്ടമായ ഒരു മരണമായിട്ടാണ് ക്രൂശീകരണത്തെ കാണുന്നത്. അർത്ഥനഗ്നനായി അവനെ ക്രൂശിൽ തറച്ചു. എന്നിട്ട് അതിനേക്കാൾ വലിയൊരു കാര്യം, അത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, നീ ജെനുവിൻ അല്ല എന്ന് പറഞ്ഞു. നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെങ്കിൽ, നീ ജെനുവിൻ ആണെങ്കിൽ, അതായത് അവൻ്റെ ജെനുവിനിറ്റി ചോദ്യം ചെയ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖം അതാണ്. നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഏറ്റവും ഒടുവിൽ ഇവൻ കാണിക്കുന്നതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല, ഇവൻ കള്ളനാണ്, ഇവൻ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അവൻ്റെ ജെനുവിനിറ്റി ചോദ്യം ചെയ്യപ്പെട്ടു. നീ ജനങ്ങളെ ഇത്രയും നാളും കളിപ്പിക്കുകയായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന തുല്യമാണ്. നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഇല്ലേ? നീ യഥാർത്ഥത്തിൽ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞു. അവൻ അപമാനം എല്ലാം സഹിച്ചു. എന്നാൽ ആ അപമാനത്തെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ അപമാനത്തെ അവൻ അലക്ഷ്യമാക്കുകയാണ് ചെയ്യുന്നത്, അലക്ഷ്യമാക്കി. അതുപോലെ യേശു ക്രൂശ്, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. യേശു ക്രൂശിനെ സഹിച്ചു. ഹി എൻഡ്യൂർഡ് ദ ക്രോസ്, ഡിസ്പൈസ്ഡ് ദ ഷെയിം ആൻഡ് ഹി എൻഡ്യൂർഡ് ദ ക്രോസ്. അപ്പൊ ക്രൂശ് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമല്ല. ക്രൂശ് ഒഴിവാക്കാനായിരുന്നു യേശുവിൻ്റെ എല്ലാ പരീക്ഷകളും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന എല്ലാ പരീക്ഷകളിലും സാത്താൻ വന്ന് പറയുന്നത് അറിയാമോ? നീ ക്രൂശിക്കപ്പെടാതെ മശിഹയാകണമെന്നാണ് പറയുന്നത്. നീ മശിഹയായി വന്നിരിക്കുകയല്ലയോ, അതിനുവേണ്ടി പ്രത്യേകിച്ച് ക്രൂശിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നീ ആളുകൾക്ക് ആഹാരം കൊടുത്തും അവരുടെ പ്രതിസന്ധികൾ തീർത്തും നല്ല കാര്യങ്ങൾ ചെയ്തും നിനക്ക് മശിഹയായാൽ മതിയല്ലോ, എല്ലാവരും നിന്നെ മശിഹയാണെന്ന് പറയും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നീ അത്ഭുതം പ്രവർത്തിച്ച് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴോട്ട് ചാടി നീ മശിഹയാക്, അപ്പോൾ ആളുകളെല്ലാം നിന്നിൽ വിശ്വസിക്കും. അതുമല്ലെങ്കിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ? പിശാച് പറയുന്നൊരു കാര്യം, ഓക്കെ, നീ ഏതാണെങ്കിലും ഈ ഭൂമിയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണല്ലോ വന്നത്, അത് വീണ്ടെടുക്കാൻ വേണ്ടി നീ ക്രൂശിക്കപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് ഒരുമിച്ച് ഇതങ്ങ് പങ്കിടാം എന്ന് പിശാച് പറഞ്ഞു. ക്രൂശ് ഒഴിവാക്കാനായിരുന്നു അവൻ്റെ എല്ലാ പരീക്ഷകളും. പക്ഷേ യേശു ഒരിക്കലും എന്ത് ചെയ്തില്ല? ക്രൂശ് ഒഴിവാക്കിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെ
തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ, ഈ ഓട്ടത്തിൽ നമ്മൾ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. എങ്ങനെയുള്ള യേശു? പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. കൺസിഡർ and compare Jesus who endured such opposition from sinful men. പാപികളായ മനുഷ്യനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ യേശു സഹിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ധ്യാനിക്കുകയാണ്. വി ആർ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ഷീണിച്ച് മടുത്തു പോകുവാനായിട്ട് ഇടയാകത്തില്ല. ആദ്യം പറഞ്ഞല്ലോ, അവൻ അപമാനം സഹിച്ചു. പക്ഷെ ഈ അപമാനത്തെ അവൻ എങ്ങനെയാ കണ്ടത്? അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി, ഡിസ്പൈസ്ഡ്. അവന് ശ്രദ്ധിച്ചില്ല. യേശുവിനെ കണ്ണ് കെട്ടിയിട്ട് ആളുകൾ അവനെ തല്ലി. എന്നിട്ട് പറഞ്ഞു, പ്രവാചക, നിന്നെ തല്ലിയത് ആരെന്ന് പ്രവചിക്കുക. വേണമെങ്കിൽ അവനെ പറയരുതായിരുന്നു. യേശുവിന് അറിയാം, അല്ലേ? യേശു കണ്ണടച്ചുകൊണ്ട് പറയാം, ഈ വലതുവശത്ത് നിൽക്കുന്നവൻ മത്തിയാസ്, ഇവൻ ബർന്നബാസ്, ഇവൻ ലൂക്കോസ്. യേശു പറഞ്ഞു ഇല്ല. ഇത് കേട്ടതായിട്ട് പോലും അവൻ ശ്രദ്ധിച്ചില്ല. അപമാനത്തോടുള്ള ഒരു ക്രിസ്തീയ ഭക്തന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എങ്ങനെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ, അലക്ഷ്യമാക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നുമല്ല. അപമാനിക്കപ്പെടുമ്പോൾ പകരം പറയുന്നവനല്ല, അപമാനിക്കപ്പെടുമ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള കർത്താവിൻ്റെ ശിഷ്യൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രൂശിൽ നിന്ന് പരിഹാസം കേട്ട് അവൻ ഇറങ്ങി വന്നില്ല. ക്രൂശിൽ അവൻ കിടന്നപ്പോൾ ആളുകൾ പറഞ്ഞു, എന്താ നീ ജെനുവിനാണെങ്കിൽ ഇറങ്ങി വാ, ജെനുവിനാണെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ, ശരി എന്നാൽ ഞാൻ ഇറങ്ങി വരുന്നു എന്ന് യേശു പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ പാപവിമോചനം സാധ്യമാകുമായിരുന്നോ? ഇല്ല. അവർ പറഞ്ഞു, നീ ഇറങ്ങി വന്നാൽ ഞാൻ വിശ്വസിക്കാമെന്ന്. പക്ഷേ ഇറങ്ങി വന്നാലും അവർ വിശ്വസിക്കത്തില്ല. അതിനുവേണ്ടിയല്ല അവർ പറയുന്നത്. അവരുടെ പരിഹാസത്തെ അവൻ അലക്ഷ്യമാക്കി. വിശ്വസിക്കാൻ വേണ്ടി ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല. ആ ക്രൂശിൽ അഗതിയെപ്പോലെ മരിച്ച് നിലവിളിച്ച് മരിച്ച യേശുവിനെ കണ്ടിട്ട് ജെനുവിനായിട്ടുള്ള ശതാധിപൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, സത്യം. അപ്പോൾ ജെനുവിനായിട്ടുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ അത്ഭുതമൊന്നും ആവശ്യമില്ല. ജെനുവിനായിട്ടുള്ള ഒരുവൻ വിശ്വസിക്കുന്നത് പലപ്പോഴും അത്ഭുതം നടക്കുമ്പോഴല്ല, അത്ഭുതം നടക്കാത്തപ്പോഴാണ്. അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ കൊണ്ട് ആളുകളെ വിശ്വസിപ്പിക്കാമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കുകയൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തായ രക്ഷപ്പെടലിനേക്കാൾ വലുതാണ് മഹത്തായ ഒരു ത്യാഗാനുഭവം എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജെനുവിനാണോ ഇല്ലയോ എന്നറിയുന്നത് അവൻ എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവൻ വിശ്വസിക്കുന്നതിന് വേണ്ടി അവൻ എത്രത്തോളം ത്യാഗം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അത്ഭുതങ്ങളുടെ പ്രാധാന്യം ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ജെനുവിനിറ്റി തെളിയിക്കപ്പെടുന്നത് അത്ഭുതം കൊണ്ടല്ല, ത്യാഗം കൊണ്ടാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അവൻ ആരും അവനെ പരിഹസിച്ചപ്പോൾ അവൻ എതിര് പറഞ്ഞില്ല. അവനതിനെ അലക്ഷ്യമാക്കി കളഞ്ഞു. അതിനെ അലക്ഷ്യമാക്കുകയാണ് ശരിയായിട്ടുള്ള ക്രിസ്തീയമായ പദ്ധതി എന്ന് പറയുന്നത്. എമി സെമ്പിൾ മക്ഫേഴ്സൺ എന്ന് പറയുന്ന പ്രഗത്ഭയായ ഒരു പ്രസംഗക, അവർ പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റിന്റെ ആദ്യ കാലയളവിൽ 1920s 1920കളിൽ ഏറ്റവും പ്രശസ്തയായ ഒരു പ്രസംഗകയായിരുന്നു. പെന്റിക്കോസ്റ്റൽ ഡിക്ഷണറി ഓഫ് പെന്റിക്കോസ്റ്റൽ കാരിസ്മാറ്റിക്സ് എന്നുള്ള സ്റ്റാൻലി എം ബർജസ് എഴുതിയ പുസ്തകത്തിന്റെ പെന്റിക്കോസ്റ്റൽ കാരിസ്മാറ്റിക് മൂവ്മെന്റിനെ കുറിച്ചുള്ള ആധികാരികമായ ഒരു ഗ്രന്ഥമാണ്. അതിന്റെ കവർ പേജിൽ കൊടുത്തിരിക്കുന്നത് ഈ എമി സെമ്പിൾ മക്ഫേഴ്സന്റെ പടമാണ്. കുക്ക് സാഹിബ് ഇവിടെ ഇന്ത്യയിലേക്ക് ആദ്യം വന്ന് രണ്ടാമത് പിന്നീട് ഫെർലോയ്ക്ക് വേണ്ടി 1924 മടങ്ങിപ്പോയിട്ട് 1918 അദ്ദേഹം പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചത് ഈ എമി സെമ്പിൾ മക്ഫേഴ്സൺ ആണ്. അങ്ങനെ ലോകമെമ്പാടും ഉള്ള സുവിശേഷകരെ സഹായിക്കുകയും ലോകമെമ്പാടും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒരുപോലെ പ്രസംഗിച്ചു നടന്ന ഒരു സ്ത്രീ. അന്നത്തെ ഏറ്റവും പ്രസക്തയായ പെന്തിക്കോസ്ത് പ്രസംഗകയായിരുന്നു എമി സെമ്പിൾ മക്ഫേഴ്സൺ. അല്ലെങ്കിൽ ഡിക്ഷണറി ഓഫ് പെന്റിക്കോസ്റ്റൽ കാരിസ്മാറ്റിക്സിന്റെ ഫ്രണ്ട് പേജിൽ അവരുടെ പടമൊന്നും വരുത്തൊന്നുമില്ലല്ലോ, അല്ലേ? എന്നാൽ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു അപവാദ കഥ ഉണ്ടായി. ആ അപവാദ കഥ ഉണ്ടായതിനു ശേഷം ഒരു മനുഷ്യൻ അവരെ വിളിച്ചിട്ടില്ല. നമുക്കങ്ങനെയാണല്ലോ, നമുക്കറിയാമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അപവാദ കഥ ആരെങ്കിലും എന്നെക്കുറിച്ച് പറഞ്ഞാലും നാളെ നിങ്ങൾ ആരും എന്നെ വിളിക്കത്തില്ല, വിളിക്കുകയും വേണ്ട, അതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം എമി സെമ്പിൾ മക്ഫേഴ്സൺ എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഇവര് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒരുപോലെ ശക്തയായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് എല്ലാ പ്രോഗ്രാമും എല്ലാവരും ക്യാൻസൽ ചെയ്തു.
ഇവർ ന്യൂയോർക്കിലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ തനിയെ താമസിക്കാൻ തുടങ്ങി. അവരൊരു പത്രപ്രസ്താവന നടത്തിയില്ല. ഒരിക്കൽ ഇംഗ്ലണ്ടിലെ ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർ അമേരിക്കയിൽ ചെന്നപ്പോൾ എമി സെമ്പിൾ മക്ഫേഴ്സനെ ഒന്ന് കാണാൻ അയാൾ പോയി. കാര്യം ഇംഗ്ലണ്ടിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ലണ്ടൻ ടൈംസിൻ്റെ ഫ്രണ്ട് പേജിൽ എമി സെമ്പിൾ മക്ഫേഴ്സൻ്റെ പ്രസംഗമാണ് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ മനുഷ്യൻ ആദരിച്ചിരുന്നതായ ഒരു സ്ത്രീയാണ്. ഈ ന്യൂയോർക്കിലെ ചെറിയ റൂമിലിരുന്ന് ഇവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കഥയെല്ലാം വെറും കള്ളത്തരമാണ്. എമി സെമ്പിൾ മക്ഫേഴ്സൺ വിശുദ്ധയായ ഒരു സ്ത്രീയാണ്, അവരെക്കുറിച്ചുണ്ടായ കഥകളെല്ലാം വെറും കൽപ്പിത കഥകളാണ് എന്നുള്ളത് ലണ്ടൻ ടൈംസിൻ്റെ എഡിറ്റർക്ക് മനസ്സിലായി. പക്ഷെ അയാൾ ഈ സ്ത്രീയോടൊരു ചോദ്യമേ ചോദിച്ചുള്ളൂ, മാം, നിങ്ങൾ ഇത്രയും വിശുദ്ധയായ ഒരു സ്ത്രീയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങൾക്കെതിരെ ഇങ്ങനൊരു അപവാദ കഥ ഉണ്ടായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനോട് പ്രതികരിക്കാഞ്ഞത്? ഒരു പത്രപ്രസ്താവന ഇറക്കിയായിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കില്ലായിരുന്നോ? ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമായിരുന്നല്ലോ. ഉടനെ ഈ സ്ത്രീ മറുപടി പറഞ്ഞ ഒരു വാചകം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഈ സ്ത്രീ പറഞ്ഞത്, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു ശൈലി പറഞ്ഞിട്ടുണ്ട്. എ ഡോഗ് ബാർക്ക്ഡ് അറ്റ് ദ ക്വീൻ ആൻഡ് ദ ക്വീൻ ഡിഡ്ന്റ് ബാർക്ക് ബാക്ക്. ഒരു പട്ടി രാജ്ഞിയോട് കുരച്ചോണ്ട് ചെന്നു, പക്ഷെ രാജ്ഞി തിരിച്ചു കുരച്ചില്ല. ഒറ്റ ഒരു വാക്കേ അവർ പറഞ്ഞുള്ളൂ. അവർ പറഞ്ഞത്, ഞാനൊരു രാജ്ഞിയാണെന്നുള്ളത് എനിക്കറിയാം, എനിക്കെതിരെ കുരയ്ക്കുന്നവരോട് തിരിച്ചു കുരച്ചാൽ ഞാനും ഒരു പട്ടിയായി പോകും. ഐ നോ ഹൂ ഐ ആം. ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് അറിയാം. പ്രിയമുള്ളവരെ, പലപ്പോഴും അപമാനത്തോടും പരിഹാസത്തോടും നമ്മൾ എന്തുകൊണ്ടാണെന്നറിയാം കൊമ്പ് കോർത്ത് നിൽക്കുന്നത്? നമ്മൾ ആരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ശരിയായിട്ട് നമ്മൾ ആരാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ യേശു ഇറങ്ങിച്ചെന്നില്ല. എന്തുകൊണ്ട്? അവൻ ദൈവപുത്രനാണെന്നുള്ളത് അവന് പൂർണ്ണ ബോധ്യം ഉണ്ട്. എന്നെ അപമാനിക്കുന്നവരുടെ മുമ്പിൽ ആ അപമാനത്തിന് ഒരു മറുപടി പറയാൻ ഞാൻ ഇറങ്ങിച്ചെല്ലാത്തതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഞാൻ ആരാണെന്നുള്ള ബോധ്യമുണ്ട്. അതില്ലാത്തവർ പറഞ്ഞോട്ടെ. ഇതായിരിക്കണം അപമാനത്തോടുള്ള നമ്മുടെ, ജെനുവിനായിട്ടുള്ളവരുടെ, അല്ലാത്തവരുടെ കാര്യമല്ല. ഞാൻ ജെനുവിനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഒരു ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടെങ്കിൽ, എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും എൻ്റെ ജീവിതത്തെക്കുറിച്ചും ബോധ്യമുള്ള വ്യക്തിയാണെങ്കിൽ, എനിക്കെതിരെ അപമാനത്തിൻ്റെ കഥകൾ ഉണ്ടാകുമ്പോൾ ഐ നീഡ് നോട്ട് കെയർ. വൈ? എന്തിന് ഞാനത് കെയർ ചെയ്യണം? കർത്താവ് എപ്പോഴും എന്ത് ചെയ്തു? അപമാനത്തെ അലക്ഷ്യമാക്കി. അവൻ ക്രൂശിനെ സഹിച്ചു. ഹി എൻഡ്യൂർഡ് ദ ക്രോസ്. അതിനെ മാറ്റിമറിക്കാനായിട്ട് അവൻ പരിശ്രമിച്ചില്ല. എന്തുകൊണ്ട് അവൻ ക്രൂശിനെ സഹിച്ചു? തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. ക്രൂശ് അവൻ എന്താ കൊണ്ടുകൊടുക്കാൻ പോകുന്നെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. ഞാൻ സഹിക്കുന്ന ക്രൂശ് എനിക്ക് തരാൻ പോകുന്ന സന്തോഷം എന്താണെന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോകാഞ്ഞത്. അവൻ പറയുന്നത്, ഞാൻ ഇറങ്ങിപ്പോകാൻ കഴിയത്തില്ല, കാര്യം എനിക്ക് ഉള്ള ദൗത്യമാണ് ഈ ക്രൂശ്. ഈ ക്രൂശ് എന്തിനു വേണ്ടിയാണ് ഞാൻ സഹിക്കുന്നതെന്നറിയാമോ? മനുഷ്യവർഗവും ദൈവവും തമ്മിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാനായിട്ട്, വിടവിനെ നികത്താനായിട്ട്, ഒരു പാലം പോലെ ഇടാനായി ക്രൂശ്. യേശുവിൻ്റെ ക്രൂശ് ഇട്ടുകൊണ്ടാണ് മനുഷ്യനും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്ന വിടവിന് ഒരു പാലം പണിതത്. ആ ക്രൂശ് ക്രോസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്, രണ്ട് ഭാഗത്തായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൻ്റെ ക്രൂശിലൂടെ, ഇതുവരെ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത് വരെ മനുഷ്യവർഗത്തിന്, പാപിയായ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? അവൻ്റെ ക്രൂശ്, അവൻ്റെ മരണം കൊണ്ട് ഒരു ക്രൂശ് തീർത്ത് അത് ഇട്ടുകൊടുത്തു. മരക്കുരിശല്ല, അവൻ്റെ മരണം കൊണ്ട് അവനൊരു ക്രൂശ്, അവൻ തന്നെ ഒരു ക്രൂശായിട്ട്, പാലമായിട്ട് മനുഷ്യന് നടന്നു കയറാൻ, പാപിയായ മനുഷ്യന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നടന്നു കയറാൻ ഒരു പാലം പണിയായിരുന്നു അവൻ. അവനിലൂടെ മാത്രമേ ദൈവത്തിനേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതറിയാമായിരുന്നത് കൊണ്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന്, ശതകോടിക്കണക്കിന് ജനങ്ങൾ, യേശുവിന് മുമ്പ് ജീവിച്ചിരുന്നവരും, യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും, യേശുവിന് ശേഷം ജീവിച്ചിരിക്കുന്ന നമ്മളും, ഇനി ജീവിക്കാനിരിക്കുന്നവരും ആരാണെങ്കിലും, അങ്ങനെയുള്ള ശതകോടിക്കണക്കിന് ആളുകൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നടന്നു കയറാനുള്ള ക്രൂശാണ് ഞാൻ പണിതുകൊണ്ടിരിക്കുന്നെന്നുള്ള ബോധ്യം യേശുവിനുണ്ടായിരുന്നത് കൊണ്ട് അത് ഒഴിവാക്കാൻ അവൻ ഒരിക്കലും പരിശ്രമിച്ചില്ല. ക്രൂശ് എന്ത് കൊണ്ടുതരുന്നു എന്നുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. യേശുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്.
ക്രോസ് ഈസ് ഗോയിങ് ടു ഗിവ് യു സംതിങ്. ക്രൂശ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതിൻ്റെ ഭാരം കൂടുതലാണെന്ന് നിങ്ങൾ അത് മുറിച്ച് കളയരുത്. ഞാനൊരു സ്റ്റോറി ഇങ്ങനെ ദർ ഇസ് ആൻ ആനിമേഷൻ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളൊരു ക്രൂശും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവന് ഭയങ്കര പരാതി, ഈ ക്രൂശിന് ഒത്തിരി നീളം കൂടുതലാണ്, കാര്യം എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തോളെ വെച്ച് നടക്കുമ്പോൾ എന്താണ് ഭയങ്കര പുറകോട്ട് ഇങ്ങനെ നീളം കൂടുതലാണ്, അതുകൊണ്ട് ഇത് മുറിച്ച് കളയണമെന്ന്. അവൻ എന്ത് ചെയ്തു? ആദ്യം കുറച്ച് മുറിച്ച് കളഞ്ഞു. മുറിച്ച് കളഞ്ഞിട്ട് പിന്നെയും ഭാരം കൊള്ളില്ല, പിന്നെയും കുറച്ച് മുറിച്ച് കളഞ്ഞു, പിന്നെയും ഭാരം കൊള്ളില്ല, പിന്നെയും കുറച്ച് മുറിച്ച് കളഞ്ഞു. അങ്ങനെ മുറിച്ച് കളഞ്ഞ് ഒരു ചെറിയ ക്രൂശും കൊണ്ട് ഇവനിങ്ങനെ നടക്കുകയാണ്. നടന്ന് ഒടുവിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി അങ്ങോട്ട് ചെന്ന സമയത്ത് അവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് കണ്ടപ്പോൾ ഇവൻ ചോദിച്ചു, ഇതെന്താ? അത് നിന്റെ കയ്യിൽ തന്നിരുന്ന ക്രൂശ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്യാപ്പ് വരുന്നിടത്ത് വെച്ച് കയറാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ പറ്റിയ പ്രശ്നം എന്നാ? മുറിച്ച് കളഞ്ഞ് ക്രൂശിന് ഇപ്പൊ എന്തില്ല? നീളമില്ല. എന്തോ ചെയ്യാൻ പറ്റും? പ്രിയമുള്ളവരെ, ക്രൂശ് ഒഴിവാക്കാനുള്ള നമ്മുടെ ടെൻഡൻസി, ക്രൂശ് നമുക്ക് എന്ത് തരാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ നമുക്കില്ലാതെയാകും. യേശു കർത്താവ് ക്രൂശിനെ സഹിച്ചു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അതൊരിക്കലും ഒഴിവാക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാരം കുറയ്ക്കാൻ വേണ്ടി ക്രൂശ് മുറിക്കുന്നവന് ദൈവസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തവനായിത്തീരും. ഭാരം കുറയ്ക്കാൻ വേണ്ടി ക്രൂശ് മുറിച്ച് കളയുന്നവന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എബ്രായ ലേഖനകാരൻ പറയുന്നു, നമ്മെ അവൻ ശിക്ഷണത്തിലൂടെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവന്റെ വിശുദ്ധി പ്രാപിക്കാനാണ്. ക്രൂശ് മുറിച്ച് കളയുന്നവന് ഒരിക്കലും അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ കഴിയത്തില്ല. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ്? അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ക്രൂശ് നിങ്ങൾ മുറിച്ച് കളയാനായിട്ട് പരിശ്രമിക്കരുത്. അവന്റെ വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ ക്രൂശിന് അവനിലേക്ക് എത്തുന്ന നീളം വേണം. ഹല്ലേലൂയ. എന്റെ ക്രൂശിന്റെ നീളം കുറഞ്ഞാൽ യേശുവിന്റെ വിശുദ്ധിയിലേക്ക് എത്താൻ എനിക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് എന്റെ ക്രൂശിന്റെ നീളം എത്രയുമാണെന്ന് ചോദിച്ചാൽ, എന്നിൽ നിന്ന് യേശുവിങ്കിലേക്കുള്ള ദൂരം എന്താണോ അതാണ് എന്റെ ക്രൂശിന്റെ നീളം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നല്ലോ? എന്നിൽ നിന്ന് യേശുവിലേക്കുള്ള, അവന്റെ വിശുദ്ധിയിലേക്കുള്ള ദൂരമാണ് എന്റെ ക്രൂശിന്റെ നീളം. അത് മുറിച്ച് കളയാൻ പറ്റത്തില്ല. മുറിച്ച് കളഞ്ഞാൽ എനിക്ക് യേശുവിന്റെ വിശുദ്ധി പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ തകർന്നു പോകും. എന്റെ ലക്ഷ്യം പ്രാപിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ മടുത്തു പോകുമ്പോൾ, ക്ഷീണിച്ച് മടുത്തു പോകുമ്പോൾ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള കഷ്ടം സഹിച്ച യേശുവിനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുവിൻ. നിങ്ങൾ അവനെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. കൺസിഡർ ജീസസ്. കൺസിഡർ. നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷീണരായി തീരുമ്പോൾ യേശുവിനെ ധ്യാനിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഇതൊക്കെ യേശുവും സഹിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു സഹിച്ചിട്ടില്ലാത്ത ഒരു കാര്യവും സഹിക്കാൻ നമ്മളോട് ദൈവം ആവശ്യപ്പെടത്തില്ല. അവൻ അനുഭവിച്ചിട്ടില്ലാത്തതൊന്നും ഞാൻ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് അവൻ സഹിച്ചിട്ടുള്ളത് കൊണ്ട് അവനിലേക്ക് നോക്കി ആശ്വാസം പ്രാപിക്കാനായിട്ട് എനിക്ക് കഴിയണം. അതുകൊണ്ടാണ് അവൻ അത് പറയാനായിട്ട് കഴിയുന്നത്. ഞാനിത് സഹിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവനത് സഹിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ ജോണി എറിക്സൺ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 18 വയസ്സുള്ളപ്പോൾ ഡൈവിംഗ് ആക്സിഡന്റിൽ ശരീരം മുഴുവൻ തളർന്നുപോയ, ക്വാഡ്രിപ്ലെജിക്കായിട്ട് തലയ്ക്ക് താഴോട്ട് മുഴുവൻ തളർന്നുപോയ ഒരു സ്ത്രീയാണ്. ടോട്ടലി. അവരുടെ ശരീരത്തിന് സ്പർശനശക്തി പോലുമില്ല. അവരുടെ സർജറി നടത്തിയപ്പോൾ പോലും അവർക്ക് അനസ്തീഷ്യ പോലും കൊടുത്തില്ല. കാര്യം വേദനയൊന്നും അനുഭവിക്കുന്നൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു തളർന്ന സ്ത്രീ, അവരൊരു ഡൈവിംഗ് ആക്സിഡന്റിലാണ്. അവരൊരു സ്പോർട്സ് ഗേൾ ആയിരുന്നു. 17 വയസ്സുള്ള ഇപ്പോൾ. ഇതിനുശേഷം ഇവരുടെ മനസ്സങ്ങ് മടുത്തുപോയി. കാര്യം വളരെ ഓടിച്ചാടി നടന്ന് ഒരു സ്ത്രീ പെട്ടെന്ന് ഇങ്ങനെ, ഒരു പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൾ അനുഭവിക്കുന്നതായ ദുഃഖം. എല്ലാ വൈകുന്നേരവും 8 മണി ഒക്കെ ആകുമ്പോൾ അവളുടെ സഹോദരി ജയ് വന്ന് ഇവളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വാരി കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇവൾ സ്ട്രെച്ചറിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ടെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോൾ അവളോട് പറയും, ബൈ, ഗുഡ് നൈറ്റ്, സീ ടുമാറോ. എന്നിട്ട് അവൾ പോകും അടുത്ത മുറിയിൽ. പിറ്റേ ദിവസം രാവിലെയാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഇവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്തൊരു കഷ്ടമായത്. എനിക്ക് സൂയിസൈഡ് ചെയ്യണമെന്നുണ്ട്, അതുപോലും കഴിയത്തില്ല. എനിക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിലും എനിക്ക് എന്തുകൊണ്ടല്ലേ പറ്റുള്ളൂ. എനിക്ക് ഒരു ടാബ്ലറ്റ് എടുത്ത് തിന്നണമെങ്കിൽ അതുപോലും കഴിയത്തില്ല. എൻ്റെ കൈകൾ അനങ്ങത്തില്ല.
ഇങ്ങനെ ഈ തളർന്ന ഒരു ജീവിതം എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് ശരിക്കും, പക്ഷേ എനിക്ക് പേടിയാണ് കരയാൻ. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണീരൊന്ന് തുടച്ചു തരാൻ ഇനി രാവിലെ 8 മണി വരെ ഞാൻ നോക്കിയിരിക്കണം. എൻ്റെ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൂക്ക് ചീറ്റാൻ പറ്റത്തില്ല. മൂക്ക് ചീറ്റിയാൽ അത് തുടച്ചു കളയാൻ എനിക്ക് കഴിയത്തില്ല. ഇങ്ങനൊരു സ്റ്റേജിൽ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്നിട്ട് അവൾ പറഞ്ഞു, ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്ക് മനസ്സിലാകത്തില്ല, നാച്ചുറലി. പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞു, ജോണി, ഐ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഉടനെ ഇവള് തിരിച്ചു ചോദിച്ചു, എങ്ങനെ നിനക്ക് മനസ്സിലാകും? നീ എന്തെങ്കിലും തളർവാദ രോഗിയായിരുന്നിട്ടുണ്ടോ? യേശു പറഞ്ഞു, യെസ്. എപ്പോൾ? നീ തളർവാദ രോഗികളെ സൗഖ്യമാക്കിയതായി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നീ എന്തെങ്കിലും പക്ഷാഘാതം പിടിപെട്ട് കിടന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇവിടെ വെച്ച്? ഉടനെ യേശു പറഞ്ഞു, ഓൺ ദ ക്രോസ്, ക്രൂശിൽ ഞാനൊരു പക്ഷാഘാത രോഗിയായിരുന്നു. യേശു പറഞ്ഞു, എൻ്റെ മുഖത്തു നിന്ന് രോമം പറിച്ചു കളഞ്ഞ ആ വിടവുകളിലേക്ക് എൻ്റെ തലയിലെ മുൾക്കിരീടത്തിൽ നിന്ന് ഒഴുകി വന്ന ചോരയും പരിഹാസികളുടെ തുപ്പലും ഒഴുകി വന്നപ്പോൾ അതൊന്ന് തുടച്ചു കളയണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. ഐ വാസ് പാരലൈസ്ഡ് ഓൺ ദ ക്രോസ്. ഞാൻ ക്രൂശിൽ പക്ഷവാത രോഗിയായി കിടക്കുകയായിരുന്നു, തളർന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ജോണി, നിന്റെ വേദന എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും നിനക്കിത് മനസ്സിലാകത്തില്ല എന്ന് യേശുവിനോട് പറയാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും കടന്നുപോയിട്ടുള്ള, എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ളവനായ യേശു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന് പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. നമുക്കൊരിക്കലും അവനോട് പറയാൻ കഴിയത്തില്ല, നിനക്ക് മനസ്സിലാകില്ല എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. ഹി അണ്ടർസ്റ്റാൻഡ്സ് മീ. അപമാനിക്കപ്പെടുമ്പോൾ അവൻ പറയും, യെസ്, എൻ്റെ അത്രയും അപമാനം നീ സഹിച്ചിട്ടില്ല. കിടക്കാൻ വീടില്ലാത്തവനായി ഈ ഭൂമിയിലേക്ക് ജനിച്ചവനവൻ, പശുത്തൊഴുത്തിൽ കിടന്നവൻ, എല്ലാവരാലും അപമാനിക്കപ്പെടുന്നവൻ, രോഗം ശീലിച്ചവൻ, കഷ്ടം സഹിച്ചവൻ, എല്ലാ രീതിയിലും ദുരന്തം അനുഭവിച്ചവൻ, ക്രൂശിക്കപ്പെട്ടവൻ, നികൃഷ്ടമായ നിലയിൽ ക്രൂശിക്കപ്പെട്ടവൻ. ഞാൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ എൻ്റെ എല്ലാ കംപ്ലൈൻസും ഇല്ലാതാകുകയാണ്. ക്രൂശിലേക്ക് നോക്കുന്നത് വരെ എനിക്ക് എപ്പോഴും കംപ്ലൈൻ്റ് ഉണ്ട്. എനിക്കതില്ല, എനിക്കിതില്ല, എന്നെ ആളുകൾ ഇങ്ങനെ പറയുന്നു, എന്നെ ആളുകൾ അങ്ങനെ പറയുന്നു, എൻ്റെ ശരീരത്തിന് സുഖമില്ല, എനിക്ക് തലവേദനയാ, പല്ലുവേദനയാ, നടുവിന് വേദനയാ, 100 കൂട്ടം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. എനിക്ക് അടി കൊണ്ടു, മുറിവേറ്റു, യെസ്, ദാറ്റ് ഈസ് ദെയർ. പക്ഷേ യേശുവിനെ നോക്കുമ്പോൾ, പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുമ്പോൾ നമുക്ക് പിന്നെ അവകാശവാദങ്ങളില്ലാതെ, യാതൊരു രീതിയിലുള്ള കംപ്ലൈൻസും ഇല്ലാതെ, ദ ക്രോസ് ടേക്സ് അവേ ഓൾ മൈ കംപ്ലൈൻസ്. ക്രൂശ് എൻ്റെ എല്ലാ അസംതൃപ്തിയെയും എടുത്തു കളയുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അസംതൃപ്തരാകുന്നത്? യഥാർത്ഥത്തിൽ യേശു കടന്നുപോയ ക്രൂശിൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അസംതൃപ്തനാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പരാതി പറയുന്നത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കേണ്ടതിന് പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ടു. 4-5 വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നതായ കാര്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പാപത്തോട് പോരാടുന്നത് ഇല്ല, നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം സമയമുണ്ടെങ്കിൽ. അതിനുശേഷം പറയുന്നത് ഡിസിപ്ലിനെ കുറിച്ചാണ്. അവിടെ പറയുക, അതിനോട് ചേർന്ന് തന്നെ പറയുന്ന കാര്യമാണ് എന്ത്? മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്നതുപോലെ നിങ്ങളോട് സംസാരിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്നപോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. ഇവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായത്രേ ശിക്ഷിക്കുന്നത്. ഈ ശിക്ഷണത്തെക്കുറിച്ച് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം
എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അതിൻ്റെ അർത്ഥം ഈ ശിക്ഷണം എന്തിനാണെന്ന് ചോദിച്ചാൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ വേണ്ടിയാണ്. നമ്മൾക്കൊരു സ്ട്രഗിൾ ഉണ്ട്, ഒരു ബാറ്റിലുണ്ട്, ഒരു പോരാട്ടമുണ്ട്. നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ജഡരക്തങ്ങളോടല്ല. നമ്മുടെ പോരാട്ടം ആരോടാണ്? പാപത്തോട്. പാപത്തോട് വലിയൊരു പോരാട്ടമുണ്ട്. പിശാചിനോടൊരു പോരാട്ടമുണ്ട്. പിശാച് പോരാടുന്നതാണ് നമ്മുടെ പേടി. വേദപുസ്തകം ശരിക്കും പഠിപ്പിക്കുന്നത് പിശാച് പോരാടുന്നല്ല, നമ്മൾ പിശാചിനോട് പോരാടുന്ന, നമ്മോട് പോരാടുന്നതെന്നല്ല, നമുക്ക് പോരാട്ടമുള്ളതെന്ന. ഈ വേദപുസ്തകത്തിലെ വാക്യമൊക്കെ പ്രവാചകന്മാർ നേരെ തിരിച്ച് മറിച്ച് വെച്ചിരിക്കുകയാണ്. എന്തോ പറഞ്ഞാലും പോരാട്ടമാന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തോ? നമ്മളെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് സാത്താൻ ഇങ്ങനെ ചുറ്റുവട്ടത്തിൽ ഒരു അത് വരത്തുപോക്കും മറ്റേത് മറിച്ചതും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പേടിപ്പിക്കാൻ അർത്ഥം ഉണ്ടെന്നറിയാമോ? വേദപുസ്തകത്തിന്റെ വാക്യത്തെ നമ്മൾ മാറ്റിമറിക്കുകയാണ്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മളോട് പോരാട്ടമെന്നല്ല, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത്. നമ്മൾ യുദ്ധപോരാളികളാണ്. നമ്മളൊരു ഓട്ടക്കാരനാണ്, പോരാളിയാണ്. പോരാളിക്കും ഓട്ടക്കാരനും രണ്ടു കൂട്ടർക്കും ആവശ്യമുള്ളതാണ് എന്ത്? ട്രെയിനിങ് എന്ന് പറയുന്നത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഈ ഡിസിപ്ലിനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഓട്ടത്തിൽ വിജയിക്കാനും പോരാട്ടത്തിൽ ശത്രുവിനെ കീഴ്പ്പെടുത്താനും കഴിയുന്നതിന് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. പാപത്തെ പടിക്ക് പുറത്തു നിർത്താനാണ് പലപ്പോഴും ഡിസിപ്ലിൻ ആവശ്യമുള്ളത്. ഹല്ലേലൂയ! ഒരു വലിയ ഡിസിപ്ലിൻ. നമ്മൾ പ്രോവേർബ്സിൽ സദൃശ്യവാക്യങ്ങളുടെ 3-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉദ്ധരണിയാണ് വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മക്കളോട് എന്ന് പറയുന്നിടത്ത് പ്രോവേർബ്സിൽ പറഞ്ഞിരിക്കുന്നത് ഇഷ്ടമക്കളോടെന്നാണ്. നമ്മളെ അവൻ ശിക്ഷിക്കുന്നെങ്കിൽ നമ്മൾ അവൻ്റെ മക്കളാണെന്ന് തന്നെയല്ല, നമ്മൾ അവൻ്റെ ഇഷ്ടമക്കളാണ്. ഇങ്ങനെയുള്ള, ഞാൻ ഫാസ്റ്റായിട്ട് പറയട്ടെ, ഇങ്ങനെയുള്ള ഈ ശിക്ഷണം വരുമ്പോൾ നമ്മൾ അതിനെ നിരസിക്കരുത്, മുഷിയരുത്. ഡിസ്പൈസ്, നിരസിക്കരുത് എന്നുള്ള വാക്ക് ഇവിടെ വാസ്തവത്തിൽ ന്യൂ ടെസ്റ്റമെന്റിൽ ആ ഒരു ഗ്രീക്ക് വാക്ക് ശരിക്കും വേറെ എങ്ങും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിരസിക്കരുതെന്ന് പറയുന്നതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം അതിനെ ലഘുവായിട്ടെടുക്കരുത് എന്നാണ്. കവലെ കേട്ട ഒരു വാക്ക് പോലെ നിങ്ങൾ അതിനെ കണക്കാക്കരുത്. ഒരു എന്താണ്, ഡു നോട്ട് റിഗാർഡ് ഇറ്റ് ആസ് എ സ്മോൾ തിങ്, ഡു നോട്ട് കൺസിഡർ ഇറ്റ് ആസ് എ ട്രിവിയൽ. നാൽക്കവലയിലെ വാക്ക് പോലെ, നമ്മുടെ ഇവിടുത്തെ നാൽക്കവലയുടെ കാര്യമല്ല, ചുമ്മാ വഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ശബ്ദം പോലെ നിങ്ങൾ അതിനെ ചിന്തിക്കരുത്. ഈ വഴിയെ കൂടെ നടക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആളുകൾ ഹേയ് എന്ന് വിളിച്ചാൽ എല്ലാവരും തിരിഞ്ഞു നോക്കും. ആരോടാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല, ഓ എന്നോടായിരിക്കത്തില്ലെന്ന് ചിന്തിക്കും. ഇതുപോലെ ശിക്ഷണം വരുമ്പോൾ ആരോടാണെന്ന് അറിയാൻ വയ്യാത്തതുപോലെ നടക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ ശിക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്യണം? എന്നോടുള്ളതാണെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ആളുകൾ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ, എല്ലാവരും പറയുന്നത് ഇന്നാരോടാ പറഞ്ഞതെന്ന്, ഇല്ലേ? വേറൊരു പ്രവാചകൻ ഒരിക്കലും ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സഭായോഗത്തിൽ നിന്ന് ദൂത് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം കൈ ചൂണ്ടിയപ്പോഴത്തേക്ക് നേരെ മുന്നേ ഇരുന്ന ആൾ തലയങ്ങ് ചായച്ചു കൊടുത്തു. എൻ്റെ ദേഹത്തോട്ട് വരണ്ട, പുറയിലിരിക്കുന്ന ആളുടെ ദേഹത്തോട്ട് പൊക്കോട്ടെന്ന് തലയങ്ങ് ചായച്ചു. കൈ ചൂണ്ടിയപ്പോഴത്തേക്ക് പുറയിലിരിക്കുന്ന ആളും തലയങ്ങ് മാറ്റി. ഒടുവിലെ പുറയിലിരിക്കുന്ന ആളുകളെല്ലാം തല മാറ്റി. ഒടുവിൽ പിന്നെ ദൂത് ജനലിനകത്തോടങ്ങ് പുറത്തോട്ടങ്ങ് പോയല്ല, അതിപ്പോൾ എന്തോ ചെയ്യാനാ? ഇതുപോലെ ആരും ഏറ്റെടുക്കാത്ത ഒരു ദൂത് പോലെ ശിക്ഷണം വരുമ്പോൾ, ഡിസിപ്ലിൻ വരുമ്പോൾ നിങ്ങൾ അതിനെ എന്ത് ചെയ്യാൻ പാടില്ല? നിരസിക്കാൻ പാടില്ല. അത് നിങ്ങളോടുള്ളതാണ് എന്ന നിലയിൽ ഏറ്റെടുക്കണമെന്നാണ് ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ അത് എന്നോടാ സംസാരിച്ചത് എന്ന് പറയണം. യെസ് ലോർഡ്, ഐ ടേക്ക് ഇറ്റ്, അത് എന്നോടാണ് സംസാരിച്ചത്. വചനം വായിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോഴാണെങ്കിലും എപ്പോഴും നല്ല കഥാപാത്രം നമ്മളും മോശം കഥാപാത്രം നമ്മുടെ അടുത്തിരുന്ന് ആരാധിക്കുന്ന ആളും ആണ്. അബ്രഹാമിൻ്റെ ലോത്തിൻ്റെ സ്റ്റോറി പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അബ്രഹാമും നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ ലോത്തുമാണ്. പക്ഷെ ദൈവം പലപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് നീ ഒരു ലോത്താടാ എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെന്ത് ചെയ്യത്തില്ല? ഒരിക്കലും അത് ഏറ്റെടുക്കത്തില്ല. എന്നാൽ ഇവിടെ പറയുന്നത് നിരസിക്കരുതെന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ശരിയായിട്ടുള്ള അർത്ഥം അതാണ്. നിങ്ങളോടാണ് എന്ന നിലയിൽ അത് ഏറ്റെടുക്കാതിരിക്കരുത് എന്ന അർത്ഥത്തിലാണ്. ദൈവത്തിൻ്റെ ശിക്ഷണം ജനറൽ അല്ല, അത് എന്നോടാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. എന്ന് തന്നെയല്ല, അവൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ മുഷിയരുത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ
നമ്മൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഡു നോട്ട് ലൂസ് യുവർ ഹാർട്ട്, നമ്മുടെ ഹൃദയം തകർന്നു പോകരുത്. പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അപ്പൻ, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒരു ഉപദേശം തരാൻ ഒരു അപ്പൻ ഇല്ലാതിരിക്കുന്നത് ഒരു ഭാഗ്യമല്ല, ഒരു ദുരന്തമാണ്. എന്നതുപോലെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ ശിക്ഷണം നടത്തി കൊണ്ടുപോകുന്നത് ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്കാക്കണം. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, നീ മുഷിയരുത്. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്നറിയാമോ? നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ചിലപ്പോൾ ഈ ചെറിയ പിള്ളേരുടെ ഒക്കെ ഒരു ചിന്തയുണ്ട്, എന്നാണെന്നറിയാമോ? വീട്ടിൽ അപ്പച്ചൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എത്ര സ്വാതന്ത്ര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള മുഷിച്ചിലല്ല ആവശ്യം. ഇങ്ങനെയുള്ള ഒരു ശിക്ഷണത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് എനിക്ക് യേശുവിനെ പോലെ ആകുവാനും അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനും കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ വിടാതെ പിന്തുടരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും, നീ ഇടത്തും വലത്തും മുകളിലുമായിട്ട് എന്നെ അടച്ചു നിർത്തിയിരിക്കുന്നു പറഞ്ഞതുപോലെ ജെറമ്യാ പ്രവാചകൻ പറഞ്ഞൊരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്താ? നിന്റെ കൈ എൻ്റെ മേൽ എനിക്ക് ഭാരമായിരുന്നു. ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. ബിക്കോസ് ഓഫ് യുവർ ഹാൻഡ് വാസ് അപ്പോൺ മീ. നിന്റെ കൈ എൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട്. ഭാരമെന്നുള്ള വാക്കല്ല, സോറി, ഭാരമല്ല. എന്താണ്? ഇറ്റ് വാസ് അപ്പോൺ മീ. നിന്റെ കൈ എന്നെ വിടാതെ പിന്തുടർന്നത് കൊണ്ട് എനിക്ക് കളിക്കാരുടെ കൂട്ടത്തിൽ പോയിരിക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. അവന്റെ സാന്നിധ്യം എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ കഴിയാത്തവൻ എന്ത് വേണേലും ചെയ്യാം, എന്നാൽ അവന്റെ അന്ത്യം ഭയങ്കരമാണ്. ദൈവത്തിന്റെ വാക്ക് കേൾക്കാനും ഡിസിപ്ലിൻ അനുഭവിക്കാനും കഴിയുന്നതാണ് ശരിയായിട്ടുള്ള ഭാഗ്യം. ശിക്ഷണം നമുക്ക് ലഭിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ശിക്ഷ കിട്ടാതിരിക്കാനാണ്. ഒരു വീട്ടില് ഒരു ചെറുക്കൻ എവിടെയോ പോയി എന്തോ മോഷ്ടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പൻ നല്ല തല്ല് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ഞാൻ നിന്നെ എന്തിനാ തല്ലിയെന്നറിയാമോ? പറഞ്ഞ് അറിയത്തില്ല, നീ മോഷ്ടിച്ചെന്നാണ് തല്ലിയതെന്ന് അവന് മനസ്സിലായി. അപ്പൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ നിന്നെ ഇപ്പം തല്ലിയില്ലെങ്കിൽ നാട്ടുകാർ നിന്നെ തല്ലും, അത് കാണാതിരിക്കാനാ ഞാനിപ്പം നിന്നെ തല്ലിയത്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ശിക്ഷണം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ലോകത്തോടു കൂടെ ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. നമ്മൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 32-ാം വാക്യം വായിക്കുമ്പോൾ എന്താണ്? നിങ്ങൾ ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ ശിക്ഷണത്തിന് കീഴിൽ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തോടുകൂടെ നമ്മൾ ശിക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. കർത്താവ് നമ്മളെ അഗ്നിശോധനയിലൂടെ കടത്തിവിടുന്നത് ലോകത്തിന്റെ അഗ്നിയിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാനാണ്. മലാഖിയുടെ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ ഒരു അഗ്നിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശുദ്ധീകരിക്കുന്നവന്റെ അഗ്നി, റിഫൈനേഴ്സ് ഫയർ. വെള്ളി ഊതി കഴിക്കുന്നത് പോലെ അവൻ ഇരുന്ന് ലേവി പുത്രന്മാരെ ശുദ്ധീകരിക്കും. 3-ാം അധ്യായത്തിൽ കാണുകയാണ്. ആരെയാ ശുദ്ധീകരിക്കുന്നത്? ലേവി പുത്രന്മാരെ, വിശ്വാസികളെ. എന്നാൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നത്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളൊക്കെയും ദുഷ്പ്രവർത്തിക്കാരൊക്കെയും താളടിയാകും. അതൊരു ഫേർണസ് ആകും. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? 3-ാം അധ്യായത്തിലെ റിഫൈനേഴ്സ് ഫയറിലൂടെ കടന്നു പോകാത്തവൻ 4-ാം അധ്യായത്തിലെ ചൂളയിലേക്ക് വീണു പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നമ്മൾ നിരസിക്കരുത്. അപ്പനായതുകൊണ്ടാണ് ശിക്ഷിക്കുന്നത്. 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന കാര്യം അതാണ്. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് അല്ലെങ്കിൽ പ്രിയ മക്കളോട് എന്നതുപോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഏതുള്ളൂ? ശിക്ഷണം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം ഞാനിപ്പം വഴിയിലൂടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ എൻ്റെ അയൽക്കാർ 3 പിള്ളേരിരുന്ന് ചീട്ട് കളിക്കുകയാണെന്ന് വെച്ചു. ചീട്ട് കളിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പം പറയാറുള്ള ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ എന്തോ ചെയ്യാനായി തലമുറയുടെ കാര്യം കണ്ടോ, മുട്ടയെന്ന് വിരിഞ്ഞില്ല, ഇരുന്ന് ചീട്ട് കളിക്കുന്ന കണ്ടില്ലയോ, അവൻ്റെ അപ്പനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. എന്നാൽ പിറ്റേ ദിവസം എൻ്റെ മക്കൾ അവിടെ ഇരുന്ന് 3 പേരിരുന്ന് ചീട്ട് കളിക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയും? എൻ്റെ ദൈവമേ മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം, എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഞാൻ പോകുമോ? പോകത്തില്ല. ഇന്നലെ അയൽക്കാരൻ്റെ മകനിരുന്ന് ചീട്ട് കളിച്ചപ്പോൾ എനിക്ക് പറഞ്ഞേച്ച് പോകാം. പക്ഷെ എൻ്റെ മക്കൾ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നല്ല പൊട്ടിന് കൊടുത്തിട്ട് കയറി പൊടി വീട്ടിൽ നിന്ന് ഓടി, അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ മൈ ചിൽഡ്രൻ. ഇതുപോലെ ദൈവം സാധാരണക്കാരനെ ശിക്ഷിക്കാൻ പോകുന്നില്ല. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ദൈവം നമ്മളെ അവിടോട്ടും വിടത്തില്ല, ഇങ്ങോട്ടും വിടത്തില്ല, ബാക്കിയുള്ളവരൊക്കെ എന്തോ ചെയ്താലും ഒരു കുഴപ്പവും ഇല്ല.
ബാക്കിയുള്ള ചെയ്താൽ ഒരു കുഴപ്പമില്ല. കാര്യം അവൻ താളടിയായി പോകാനായിട്ട് ദുഷ്പ്രവർത്തിക്കാരുടെ ചൂളയിലേക്ക് ഇടാനായിട്ട് അവനെ ഒരുക്കി വെച്ചിരിക്കുക. അവനെ ഇനി എന്തോ ഇടയ്ക്ക് ശിക്ഷിക്കാനാ അല്ലേ? പക്ഷേ നമ്മളുടേതൊരു റിഫൈനേഴ്സ് ഫയറാണ്, ശുദ്ധീകരിക്കുന്ന അഗ്നി. എന്തിനാണെന്നറിയാമോ? അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. നമ്മൾ അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനുള്ള തത്രപ്പാടിലാണ്. നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ യാത്രയിലും സ്വർഗസ്ഥ പിതാവ് നമ്മളെ ശിക്ഷണം നടത്തി കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്തിനാണ്? അവൻ്റെ ഇമോഷണലായിട്ടുള്ള, ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മാനുഷികമായി നിങ്ങളുടെ പിതാക്കന്മാർ അവരുടെ ഇഷ്ടപ്രകാരമാണ് ശിക്ഷിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പിള്ളേരെയൊക്കെ നമ്മൾ പലപ്പോഴും തരുന്ന എന്തിനാണെന്നറിയാമോ? പിള്ളേർ നന്നാകുക എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ശരിക്കും അതിനു വേണ്ടിയൊന്നുമല്ല, നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പറയുമല്ലോ അമ്മമാർ, എടി പെണ്ണേ എൻ്റെ ദേഷ്യം പിടിപ്പിക്കല്ലേ. കാര്യം പിള്ളേർക്ക് കിട്ടുന്ന സന്ദേശം എന്നറിയാമോ? ഈ തല്ലുകൊള്ളുന്നത് നന്നാകാൻ വേണ്ടിയല്ല. എന്താണ്? അമ്മയുടെ ദേഷ്യം തീർക്കാനാ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇമോഷണലായിട്ടാണ് നമ്മൾ പലപ്പോഴും പിള്ളേരെ തല്ലുന്നത്. പക്ഷെ ദൈവം ഒരിക്കലും ഇമോഷണലായിട്ടല്ല. ദൈവം നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടി? നമ്മളെ വിശുദ്ധിയിൽ അവൻ്റെ പുത്രൻ്റെ വിശുദ്ധിയോട് ഏകീഭവിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ നമ്മളെ ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഏദൻ തോട്ടത്തിൽ നിന്ന് എന്തിനാണ് ദൈവം ആദമിനെയും ഹവ്വയെയും പുറത്താക്കിയത്? നമ്മൾ പറയുന്നത് ശിക്ഷിച്ചു വിട്ടതാണെന്നാ. ശരിക്കും പറഞ്ഞാൽ അതല്ല. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ സ്വയമായിട്ട് തീരുമാനമെടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീർന്നു. ദൈവം സ്വന്തമായിട്ട് തീരുമാനമെടുക്കുന്ന ആളാണ്. മനുഷ്യനും ഇപ്പോൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ തുടങ്ങി. അവൻ നന്മ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം പറിച്ചു നിന്നു. അത് അവൻ ചൂസ് ചെയ്തു. ഇനിയിപ്പോൾ അവിടെ ഒരു വൃക്ഷം കൂടെ ഉണ്ട്. എന്താണ്? ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം മനുഷ്യന് വേണ്ടി ദൈവം ഉണ്ടാക്കിയതാണ്. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം മനുഷ്യൻ തിന്നുന്നതിനകത്ത് ദൈവത്തിന് ഒരു പ്രയാസവും ഇല്ലായിരുന്നു. കാര്യം ജീവന്റെ വൃക്ഷത്തിന്റെ പ്രത്യേകത, ഏതവസ്ഥയിൽ അത് തിന്നുന്നോ അതേ അവസ്ഥയിൽ അവൻ ജീവിക്കും, എന്നേക്കും ജീവിക്കും. അതുകൊണ്ടാണ് ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് പറയുന്നത്. ജയിക്കുന്നവൻ അത് തിന്നു കഴിഞ്ഞാൽ എന്നും അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ജയാളിയായി ജീവിക്കും. പക്ഷെ ഇപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? പരാജയപ്പെട്ടു പോയിരിക്കുന്നു, പാപം ചെയ്തിരിക്കുന്നു. ഈ അവസ്ഥയിൽ അവൻ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നു കഴിഞ്ഞാൽ എന്നും അവൻ പരാജയത്തിലായിരിക്കും. അതറിഞ്ഞതുകൊണ്ട് ദൈവം പറയുകയാണ്, അങ്ങനെ എന്നേക്കും പാപിയായി അവൻ ജീവിക്കാതിരിക്കേണ്ടതിന്. അതതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ അസൂയ കൊണ്ട് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതല്ല, ശിക്ഷയായിട്ട് വിട്ടതല്ല. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത്. കാര്യം പാപം ചെയ്ത മനുഷ്യൻ വീണ്ടും ജീവവൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നു കഴിഞ്ഞാൽ അവനെ വീണ്ടെടുക്കാനായിട്ട് കഴിയാത്ത ഒരു സ്റ്റേജ് ഉണ്ടാകും. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെടാൻ കഴിയാത്ത നിലയിലേക്ക് മനുഷ്യൻ വീണു പോകാതിരിക്കേണ്ടതിനാണ് ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത്. എക്സ്പെൽഷൻ വാസ് നോട്ട് ആൻ ആക്ട് ഓഫ് പണിഷ്മെന്റ്, ഇറ്റ് വാസ് ആൻ ആക്ട് ഓഫ് ഗ്രേസ്. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത് ശിക്ഷയുടെ ഭാഗമായിട്ടല്ല. എന്താണ്? അവനോടുള്ള ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമായിട്ടാണ്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. എന്താണ്? അവൻ്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കണമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് നമ്മളെ വളർത്തേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ശിക്ഷണത്തിലൂടെ കടത്തിവിടുന്നത്. വി ആർ ബോൺ ടു ഫ്ലൈ, വി ആർ ബോൺ ടു ഫൈറ്റ്. നമ്മൾ പറക്കാനായിട്ട്. പണ്ട് പലരും പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറി ഉണ്ടല്ലോ, ഈ കഴുകൻ ഒരിക്കൽ എന്ത് ചെയ്തു? ഒരു മുട്ട ഇട്ട കൂട്ടത്തിൽ, അത് ഒരു കോഴിയുടെ കൂട്ടത്തിൽ, കോഴിമുട്ടയുടെ കൂട്ടത്തിൽ ഒരു കഴുകൻ്റെ മുട്ടയും കൂടെ വന്നു. സംഭവം ഇത് വിരിഞ്ഞു വന്നു കഴിഞ്ഞിട്ട് കഴുകൻ്റെ കുഞ്ഞും വന്നു. പക്ഷെ കഴുകൻ്റെ കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ടും കോഴിക്കുഞ്ഞിനെ കണ്ടിട്ട് അവൻ എന്ത് ചെയ്യും? എന്നും ഇങ്ങനെ നിലത്തിങ്ങനെ മാന്തി ഓരോ പുഴുവിനെയൊക്കെ തിന്നുകൊണ്ടിരിക്കുക. എന്നോ ഒരിക്കൽ ഒരു കഴുകൻ ഇത് കണ്ടു. കോഴിക്കുഞ്ഞുങ്ങൾ അല്ലെ കോഴിയുടെ കൂട്ടത്തിൽ ഒരു കഴുകൻ ഇങ്ങനെ ചെകഞ്ഞ് പുഴുവിനെയൊക്കെ തിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കഴുകൻ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഈ കോഴിയെ പോലെ ചെകഞ്ഞ് പുഴുവിനെ തിന്നുകൊണ്ടിരിക്കുന്നു? അത് ഞാൻ കോഴിയായതുകൊണ്ട്, അല്ല പിന്നെന്തോ, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോ നോ നോ, നീ ഒരു ഈഗിളാണ്, നീ പറക്കണം. ഞാൻ ഇന്ന് വരെയും പറന്നിട്ടില്ല, പക്ഷെ നിനക്ക് പറക്കാൻ കഴിയും. അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പറക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ കഴുകൻ പറഞ്ഞു, അല്ല, യു ആർ ബോൺ ടു ഫ്ലൈ, യു ആർ എൻ ഈഗിൾ. കോഴിയെപ്പോലെ ചെകഞ്ഞ് ജീവിക്കുന്നവരായി ഇന്ന് പലപ്പോഴും
ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്നവരാണ്, അശുദ്ധിയിൽ അടിക്കുന്നവരാണ് ഇന്ന് വിശ്വാസികൾ. എന്നാൽ വിശ്വാസികൾ ഇങ്ങനെ മണ്ണിനകത്ത് ചെകഞ്ഞു നടക്കാനായിട്ട്, ഈ ഭൂമിയിലെ സമ്പത്തിലും പദവികളിലും ഇങ്ങനെ ചെകഞ്ഞു നടക്കാനായിട്ടല്ല നമ്മൾ ജനിച്ചിരിക്കുന്നത്. അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവൻ്റെ വിശുദ്ധി പ്രാപിച്ച് ആകാശമണ്ഡലത്തിൽ പറന്നുയരുവാൻ വേണ്ടിയാണ്. അതിനാണ് ട്രെയിനിങ് ആവശ്യമായിരിക്കുന്നത്, അതിനാണ് ശിക്ഷണം ആവശ്യമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും ഈ അശുദ്ധിയിൽ ഇങ്ങനെ ചെകഞ്ഞു നടക്കുന്ന ആ അവസ്ഥ മാറ്റിയിട്ട് ഒരു കഴുകനെ പോലെ അവൻ്റെ വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് മുകളിലേക്ക് പറന്നുയരേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. അങ്ങനെ പറന്നുയരുവാൻ വേണ്ടിയാണ് നമ്മളെ അവൻ ജനിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും ഈ അശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ ചിന്തിക്കരുത്. പറന്നുയരുക, വിശുദ്ധമായി ജീവിക്കുക. അങ്ങനെ വിശുദ്ധിയിലേക്ക് ഉയരുവാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കണം. 12-ാമത്തെ വാക്യത്തിൽ, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുവിൻ. നമുക്കൊരു പോരാട്ടമുണ്ട്, നമുക്കൊരു ഓട്ടമുണ്ട്. നമുക്കൊരു ഓട്ടമുള്ളത് കൊണ്ട് നമ്മുടെ കാലുകളെ നമ്മൾ നേരെയാക്കണം, എന്നാലേ നമുക്ക് ഓടാൻ കഴിയത്തുള്ളൂ. നമുക്കൊരു പോരാട്ടമുള്ളത് കൊണ്ട് നമ്മുടെ കൈകൾ, തളർന്നു കിടക്കുന്ന കൈകളെ നമ്മൾ ശക്തീകരിക്കണം, എന്നാലേ നമുക്ക് പോരാടാൻ കഴിയത്തുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ കാലുകൾ കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? നിവർത്തണം. ഇപ്പൊ ചെറിയ ഒരു ഉളുക്കുണ്ട്, പക്ഷെ ആ ഉളുക്ക് നിങ്ങൾ മാറ്റി എന്ത് ചെയ്യണം? മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വളരെ, ഞാൻ അതിനെക്കുറിച്ച് പെട്ടെന്ന് പറയാം. ഇപ്പോൾ ഒരു മുടന്തുണ്ട്, നടക്കാൻ ഒരു ചെറിയ പ്രയാസമുണ്ട്, പക്ഷെ അതിനെ നേരെയാക്കിക്കൊണ്ട് നീ എന്ത് ചെയ്തോണം? നടന്നോണം. ഇത് ശരിയാക്കിയിട്ട് വേണം നിനക്ക് ഓടാൻ. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ഈ കാലിന്റെ പ്രതിസന്ധികളൊക്കെ നീ മാറ്റണം. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ തൂങ്ങിക്കിടക്കുന്ന കൈകളൊക്കെ നീ ഒന്ന് ഉയർത്തണം, ഒന്ന് ശക്തീകരിക്കണം. ദൈവത്തിന്റെ ജീവൻ നിന്നിലേക്ക് ഒഴുകി വരണം. എങ്ങനെയാ എൻ്റെ തളർന്ന കാലും കുഴഞ്ഞ മുഴങ്കാലും നേരെയാകുന്നത്? എൻ്റെ തൂങ്ങിക്കിടക്കുന്ന കൈ ശരിയാകണം. എന്ത് ചെയ്യണം? ഐ നീഡ് ലൈഫ്. യേശുവിൽ നിന്ന് ജീവൻ പ്രാപിച്ചുകൊണ്ട് എൻ്റെ കൈകളെ ഞാനൊന്ന് ശക്തിപ്പെടുത്തണം. ജീവൻ എന്നിലേക്ക് പകരണം. യേശുവിൽ നിന്ന് ജീവൻ സ്വീകരിക്കണം. എൻ്റെ കാലിലേക്ക് അവൻ്റെ രക്തം ഒഴുകി വരണം. എൻ്റെ കൈകളിലേക്ക് അവൻ്റെ രക്തം ഒഴുകി വരണം. ഞാൻ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലുണ്ടായിരുന്നപ്പോൾ ഒരു യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി. ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് രക്തം ഒഴുകി പോകുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? കാലനക്കാൻ പറ്റുന്നില്ല, ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞത് മുറിച്ച് കളയണം. കാര്യം എന്താണ്? ബോഡിയിലേക്ക് ബ്ലഡ് ഒഴുകി വരുന്നില്ല, അതിൻ്റെ വെയിൻസ് എല്ലാം അടഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മുടെ കാലുകൾ ഉളുക്കി പോകുന്നതും ഒക്കെ എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ്റെ രക്തം നമ്മിലൂടെ ഒഴുകി വരാത്തത് കൊണ്ടാണ്. നമ്മുടെ കൈകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതെന്നറിയാമോ? അവൻ്റെ ജീവൻ നമ്മളിലേക്ക് ഒഴുകി വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാലുകളെ നിങ്ങൾ ശക്തിപ്പെടുത്തുവിൻ. എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയും? നിങ്ങളുടെ കൈകളെ നിങ്ങൾ ശക്തിപ്പെടുത്തുവിൻ. എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയും? യേശുവിൻ്റെ ജീവൻ എന്നിലേക്ക് ഒഴുകി വന്നാലേ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ ജീവനെ എന്നിലേക്ക് ഞാൻ ഒഴുകണം. അവനിൽ നിന്ന് ഞാനിത് സ്വീകരിക്കണം. അങ്ങനെ ഒഴുകി വന്നിട്ട് എൻ്റെ കാലൊന്ന് ശരിയായിട്ട് വേണം അവൻ്റെ വിശുദ്ധി പ്രാപിക്കാനായിട്ട് ഓടാൻ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അവൻ്റെ വിശുദ്ധി പ്രാപിക്കുന്നതിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കണം. അതിനെനിക്ക് ശക്തി വേണം. എനിക്കൊരു പോരാട്ടമുണ്ട്. എന്താ പോരാട്ടം? ശത്രുവിൻ്റെ കോട്ടകളെ വലിച്ച് താഴെ ഇറക്കാൻ. അല്ലാതെ എങ്ങനെങ്കിലും പിശാചി വരുമ്പോഴത്തേക്ക് തടഞ്ഞു നിർത്താനല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത്, സഭയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഭാഗം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എന്താ അതിൻ്റെ അർത്ഥം? സാത്താൻ വരുമ്പോൾ നമ്മളെ അത് ജയിക്കത്തില്ലെന്നല്ല പ്രത്യുത. പാതാള ഗോപുരങ്ങൾ, ഗേറ്റ്സ് ഓഫ് ഹെൽ, ഗേറ്റ്സ് ഓഫ് ഹെയ്റ്റ്സ്, പാതാളത്തിന്റെ ഗോപുരങ്ങൾ. ഗോപുരം ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരികയല്ലാണോ? അല്ല. വാതിൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരികയാണോ? അല്ല. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? സഭ പാതാളത്തിന്റെ വാതിൽക്കലേക്ക് മാർച്ച് ചെയ്ത് മുന്നേറുമ്പോൾ സഭയുടെ ശക്തിക്ക് നേരെ പിടിച്ചു നിൽക്കാൻ പാതാളത്തിന്റെ ഗോപുരങ്ങൾക്ക് കഴിയുകയില്ലെന്നാണ് യേശു പറഞ്ഞത്. അല്ലാതെ പാതാളം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ജയിക്കുമെന്നല്ല, നമ്മളെ ഉപദ്രവിക്കത്തില്ലെന്നല്ല. We are a military church.
നമ്മുടെ സഭ ഒരു സൈനിക ശക്തിയാണ്. പിശാചിന്റെ കോട്ടകളെ ഇടിച്ച് തകർക്കാൻ ഉള്ള ബലം നമ്മിലേക്ക് അവൻ പകർന്നു തന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ കൈകൾ എന്ത് ചെയ്തിരിക്കുക? ഇപ്പം തൂങ്ങിക്കിടക്കുക. ഈ കൈയിലേക്ക് യേശുവിന്റെ ജീവനൊന്ന് ഒഴുകി വന്നിട്ട് വേണം, ഇതൊന്ന് ശരിയായിട്ട് വേണം പാതാളത്തിന്റെ ഗോപുരങ്ങളെ തകർത്ത് അതിനകത്ത് അടിമകളായി കിടക്കുന്ന മനുഷ്യനെ വിടുവിച്ച് യേശുവിന് വേണ്ടി നേടുവാനായിട്ട്. അതിനുവേണ്ടി എൻ്റെ കൈകൾ ശക്തമാകണം, എൻ്റെ കാലുകൾ ശക്തമാകണം, എൻ്റെ മുഴങ്കാലുകളെ ശക്തിപ്പെടുത്തണം, എൻ്റെ കൈകളെ പോരിനായി ഒരുക്കണം, ശത്രുവിൻ്റെ ഒളിവിടങ്ങൾ ഇടിച്ച് നിരത്തി എൻ്റെ പാത നേരെയാക്കി മാർച്ച് ചെയ്യാനുള്ള ഒരു വലിയ ഒരു റോഡ് എനിക്കുണ്ടാക്കണം. ആത്യന്തികമായി 13-ാം വാക്യത്തിൽ ഇപ്പോഴത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? യു നീഡ് ടു സ്ട്രെങ്തൻ യുവർ വീക്ക്നെസ്, യു നീഡ് ടു ലിഫ്റ്റ് യുവർ ഡ്രൂപ്പിംഗ് ഹാൻഡ്സ് so that what is lame may not be put out of joint but rather be healed. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇപ്പോൾ മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ, അതായത് ഇപ്പം മുടന്തേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഉളുക്കിപ്പോകും. മലയാളത്തിലെ വാക്ക് അതാണ്. പക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുടന്തുള്ളത് നിങ്ങൾ ഹീൽ ചെയ്തില്ലെങ്കിൽ ജോയിന്റ് വിട്ടുപോകുമെന്ന് അതിൻ്റെ അർത്ഥം. ജോയിന്റ് വിട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ശരിയാക്കാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ തകർന്നു പോകുമെന്ന് അതിൻ്റെ അർത്ഥം. അതാ ഇതിൻ്റെ വാണിംഗ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ അത് പറഞ്ഞാൽ എനിക്ക് തീർക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നമ്മളുടെ കുഴഞ്ഞ മുഴങ്കാലുകളിലേക്ക് അവൻ്റെ ജീവൻ പകർന്നിട്ട് അതിനെ ശക്തീകരിക്കുവാൻ, ഹീൽ ചെയ്യാനായിട്ട്. നമ്മളുടെ തളർന്നു കിടക്കുന്ന കൈകളിലേക്ക് യേശുവിൻ്റെ രക്തം ഒഴുകി വന്നിട്ട് നേരെയാക്കുവാനായിട്ട് എന്താണ്? അവൻ്റെ ജീവൻ പകർന്ന് നമ്മളുടെ കൈകൾ ശരിയാക്കേണ്ട ഒരു അവസരം തന്നിരിക്കുകയാണ്. ഇതിനെ നിഷേധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മടങ്ങി വരുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ജോയിന്റ് വിട്ടുപോകുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ തകർന്നു പോകും. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രിയിൽ കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ വിശുദ്ധി പ്രാപിക്കുവാനുള്ള ഈ ഓട്ടത്തിൽ പിശാചിന്റെ കോട്ടകളെ ഇടിച്ച് തകർത്ത് ജനങ്ങളെ അവൻ അടിമകളാക്കി വെച്ചിരിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാനുള്ള ഈ പോരാട്ടത്തിൽ തകർന്നു പോകാതിരിക്കേണ്ടതിന് എൻ്റെ കാലുകളെയും കൈകളെയും നീ ശക്തിപ്പെടുത്തണമേ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഓ ജീസസ്, വി പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പിൽ ഒരു ഓട്ടമുണ്ട്, നമുക്കൊരു പോരാട്ടമുണ്ട്. ഈ ഓട്ടത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ കർത്താവിനെ പോലെ ആവുക, അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക, അവന്റെ വിശുദ്ധി പ്രാപിക്കുക, അവനെ പോലെ ആയിത്തീരുക. അവനെ പോലെ ആകുന്നതിന് തടസ്സമായി നമ്മിൽ നിൽക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങളാണ് നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പാപങ്ങൾ. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാതിരിക്കേണ്ടതിന് നമ്മിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായ പാപങ്ങൾ. പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കഥയുടെ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം. മൈക്കലാഞ്ചലോയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ ഒരു ചെറിയ മാർബിൾ കഷണം മൈക്കലാഞ്ചലോ കയ്യിലെടുത്തു. കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്ത് ചെയ്യാൻ പോവുക ഈ മാർബിൾ കല്ലുകൊണ്ട്? മൈക്കലാഞ്ചലോ പറഞ്ഞു, ഞാൻ ഈ കല്ലിൽ നിന്ന് ഒരു മാലാഖ ഉണ്ടാക്കാൻ പോകുകയാണ്. കൂട്ടുകാരൻ ചോദിച്ചു, അതെങ്ങനെയാ പറ്റുന്നത്? മൈക്കലാഞ്ചലോ പറഞ്ഞു, ഞാൻ ഇതിലൊരു മാലാഖയെ കാണുന്നു, അതിന് യോജിക്കാത്തതെല്ലാം ഞാൻ ചെത്തിക്കളയുന്നു. പ്രിയമുള്ളവരെ, നമ്മിലൊക്കെ ദൈവം, ശില്പിയായ ദൈവം ഒരു രൂപം കണ്ടുവച്ചിട്ടുണ്ട്, യേശുവിൻ്റെ രൂപം. വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ആ യേശുവിൻ്റെ രൂപത്തിന് യോജിക്കാത്തതെല്ലാം ചെത്തിക്കളയുക എന്നുള്ളതാണ്. നമ്മൾ വലിച്ചു കൂട്ടിയിരിക്കുന്ന ജങ്കും നമ്മുടെ ആകുല ചിന്തകളും നമ്മുടെ മുറുകെ പറ്റുന്ന പാപങ്ങളും യേശുവിൻ്റെ രൂപം നാം പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന പറ്റിപ്പിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് രാത്രിയിൽ അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ എറിഞ്ഞു കളയണം. നമ്മുടെ ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും എറിഞ്ഞു കളയുമ്പോൾ അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു രൂപമുണ്ട്. അത് യേശുവിൻ്റെ രൂപമായിരിക്കും. അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നു.
ഈ ഓട്ടത്തിൽ യേശു ഓടിത്തീർത്ത ഈ ഓട്ടം, പഴയ നിയമ വിശുദ്ധന്മാർ ഓടിത്തീർത്തതായ ഈ ഓട്ടം, യേശു ക്രിസ്തുവിന്റെ മരണം മുതൽ ഇതുവരെയുള്ള സകല വിശുദ്ധന്മാരും ഓടിത്തീർന്നതായ ഈ ഓട്ടം, ഈ ഓട്ടത്തിൽ അവർ സാക്ഷികളായി ചുറ്റും കൂടി നിൽക്കുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെങ്കിൽ നമ്മുടെ സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അവിടെ വെച്ചിരിക്കുന്ന ഹഡിൽസ് ഉണ്ട്, അപമാനവും ക്രൂശും. അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് മുറിച്ചു കളയരുതേ ക്രൂശിന്റെ അറ്റം. അവന്റെ വിശുദ്ധിയിലേക്കുള്ള നീളം അളന്ന എനിക്കൊരു ക്രൂശ് തന്നിരിക്കുന്നത്. എൻ്റെ ക്രൂശ് എന്നിൽ നിന്ന് യേശുവിൻ്റെ വിശുദ്ധിയിലേക്കുള്ള ദൂരമാ. അതിലൊരു ഇഞ്ചെങ്കിലും മുറിച്ചു കളഞ്ഞാൽ എനിക്കൊരു പാലം പണിയാൻ കഴിയത്തില്ല, എനിക്ക് അവൻ്റെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാൻ കഴിയുമോ? യെസ് ലോർഡ്, ഐ എം ലേയിങ് എസൈഡ്. ഞാൻ എറിഞ്ഞു കളയുന്നു എൻ്റെ സകല ഭാരവും, എൻ്റെ ആകുല ചിന്തകളും, എൻ്റെ മുഴുവൻ പാപങ്ങളും, മുറുകെ പറ്റുന്ന എല്ലാ പാപങ്ങളും ഞാൻ എറിഞ്ഞു കളയുന്നു. എത്ര പേര് പറയും, കർത്താവേ, അപമാനത്തെ ഞാൻ അലക്ഷ്യമാക്കുന്നു. ഞാൻ പലപ്പോഴും അതിനകത്ത് വറീഡായി പോയിട്ടുണ്ട്. ക്രൂശിനെ ഞാൻ സഹിക്കുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതെന്തുകൊണ്ടാണ് എനിക്ക് പറ്റിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്രൂശ് നമ്മുടെ എല്ലാ പരാതികളും ഇല്ലായ്മയാക്കുകയാണ്. അവൻ സഹിക്കാത്തതൊന്നും നമ്മൾ സഹിക്കുന്നില്ല. എന്തുകൊണ്ട് നാം ക്രൂശിനെ സഹിക്കണം? എന്തുകൊണ്ട് അപമാനം അലക്ഷ്യമാക്കണം? എന്തുകൊണ്ട് പാപത്തെ എറിഞ്ഞു കളയണം? എന്തുകൊണ്ട് ഭാരങ്ങളെ എറിഞ്ഞു കളയണം? കാര്യം നമ്മിലൊരു രൂപമുണ്ട്, യേശുവിൻ്റെ രൂപം. ആ രൂപത്തിന് യോജിക്കാത്തതിനെ എല്ലാം ചെത്തിക്കളയണം. അവന്റെ വിശുദ്ധിയിലേക്ക് നീളുന്ന ഒരു ക്രൂശ് എന്നിലുണ്ട്. ആ ക്രൂശിന്റെ നീളം കുറയ്ക്കാതെ അവനിലേക്ക് ഞാൻ നടന്നു കയറണം. അതിനുവേണ്ടിയാണ് സകല ഡിസിപ്ലിൻസും. ഡിസിപ്ലിൻ എനിക്ക് കർത്താവ് തരുന്നത് അവന്റെ വിശുദ്ധി പ്രാപിക്കാനാണ്. ഇന്ന് രാത്രിയിൽ ഇപ്പോഴും ഉളുക്ക് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ മുടന്തു മാത്രമേ ഉള്ളൂ. ഇത് മാറാൻ അവന്റെ രക്തം, അവന്റെ വിശുദ്ധി എന്നിലൂടെ ഒന്ന് ഒഴുകിയാൽ മതി. അപ്പോൾ എൻ്റെ കുഴഞ്ഞ മുഴങ്കാല് ശക്തമായി തീരും, എൻ്റെ തളർന്ന കൈകൾ ശക്തമായി തീരും, എൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ എനിക്ക് ശക്തി ലഭിക്കും. പോരാട്ടത്തിൽ പിശാചിന്റെ കോട്ടകളെ ഇടിച്ചു കളയുവാനുള്ള ശക്തി എൻ്റെ കൈകൾക്ക് പകർന്നു തരുവാൻ യേശുവിൻ്റെ സ്വഭാവം എന്നിലേക്ക്, യേശുവിൻ്റെ വിശുദ്ധി എന്നിലേക്ക് ഒഴുകി വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് കഴിയും. എന്നാൽ അതിന് പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഹീൽ ചെയ്യാൻ കഴിയപ്പെടാത്തതുപോലെ, സുഖപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ജോയിന്റ് വിട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജോയിന്റ് വിട്ടുപോകാതിരിക്കേണ്ടതിന് ഇപ്പോൾ നമ്മിലൂടെ യേശുവിൻ്റെ വിശുദ്ധി ഒഴുകേണ്ടതിന് വേണ്ടി എല്ലാ തടസ്സങ്ങളെയും, നമ്മളുടെ എല്ലാ ആർട്ടറിക് ബ്ലോക്ക്, നമ്മളുടെ വെയിൻസിലുള്ള എല്ലാ ചെറിയ തടസ്സങ്ങളെയും ദൂരീകരിച്ച് നമ്മിലേക്ക് അവൻ്റെ രക്തം ഒഴുകി വരുവാൻ, നമ്മിലേക്ക് അവൻ്റെ വിശുദ്ധി ഒഴുകി വരുവാൻ, നമ്മിലേക്ക് അവൻ്റെ ജീവൻ ഒഴുകി വരുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. എത്ര പേര് പറയും, കർത്താവേ, നിന്റെ വിശുദ്ധി പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ എൻ്റെ സകല ഭാരത്തെയും സകല പാപങ്ങളെയും ഞാൻ എറിഞ്ഞു കളയുന്നു. കർത്താവേ, അപമാനത്തെ അലക്ഷ്യമായി കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിൻ്റെ നീളം കുറയ്ക്കുവാൻ ഞാൻ ഇനി ഒരിക്കലും ആവശ്യപ്പെടത്തില്ല. സംതൃപ്തിയുടെ ലോകത്തിൽ നീ സഹിച്ച ആ ക്രൂശിനെ നോക്കി അതിനെ ധ്യാനിച്ച് സംതൃപ്തിയോടെ എൻ്റെ ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയും എനിക്ക് നിന്റെ വിശുദ്ധി പ്രാപിക്കണം. നിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കും, നിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ. എൻ്റെ കാലുകൾ, മുഴങ്കാലുകൾ തളർന്നിരിക്കുകയാ. ഓട്ടമോടാൻ കഴിയാതെ വണ്ണം ഞാനിങ്ങനെ മുടന്തി നടക്കുകയാ. കർത്താവേ, എൻ്റെ കാലിനെ നീ ഹീൽ ചെയ്യണമേ. കർത്താവേ, എൻ്റെ കൈകൾ തളർന്നു കിടക്കുകയാ. നിന്റെ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ. കർത്താവേ, പിശാച് എന്നെ ആക്രമിക്കുമെന്ന് പേടിച്ച് ഞാനിങ്ങനെ ഒതുങ്ങി കൂടിക്കഴിയുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ മനസ്സിലാക്കുന്നു, അല്ല കർത്താവേ, നിന്റെ കൈകൾ, നിന്റെ ജീവൻ എൻ്റെ കൈകളിലേക്ക് ഒഴുകി വന്നിട്ട് ശക്തിയോടുകൂടെ ചെന്ന് സാത്താന്റെ കോട്ടകളെ വലിച്ച് താഴെ ഇറക്കുവാനുള്ള ശക്തി എന്നിലേക്ക് നിന്ന് പകർന്നു തരണമേ. എൻ്റെ ഓട്ടം ഞാൻ ഓടട്ടെ നിന്റെ വിശുദ്ധി പ്രാപിക്കാൻ. എൻ്റെ പോരാട്ടം ഞാൻ പോരാടട്ടെ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ. ഹല്ലേലൂയ.
പാതാളത്തിന്റെ ഗോപുരങ്ങളെ ഇടിച്ച് തകർത്തിട്ട് പിശാച് അടിമകളാക്കി വെച്ചിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ നിന്റെ ശക്തി എന്നിലേക്ക് പകരണമേ കർത്താവേ. നിന്റെ വിശുദ്ധിയിൽ ജീവിപ്പാൻ ഇന്ന് നീ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.